മലപ്പുറത്ത് സ്കൂളിന് ഭീഷണിയായി കുന്നിടിച്ചു മണ്ണെടുക്കുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്നാണ് ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തു നിന്ന് മണ്ണെടുക്കുന്നത്. മലപ്പുറത്തും വയനാടിന് സമാനമായൊരു ദുരന്തം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ സ്കൂളിലെ 2000-ഓളം കുട്ടികളും ഇവിടെ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളും. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിന് തൊട്ടടുത്ത് നിന്നാണ് സ്വകാര്യ വ്യക്തി നിർബാധം കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. നാട്ടുകാർ നിരവധി തവണ പ്രതിഷേധം ഉന്നയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. മുണ്ടക്കൈക്ക് സമാനമായ ഒരു ദുരന്തത്തിന് കോപ്പുകൂട്ടിയാണ് പഞ്ചായത്ത് അധികൃതർ മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. സ്കൂളും കുന്നും തമ്മിൽ 100 മീറ്റർ മാത്രമാണ് ദൂരം. ഇങ്ങനെ മണ്ണെടുത്താൽ സ്കൂൾ തന്നെ ഇല്ലാതാകുമെന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ കുന്നും പുറത്താണ്. 12,000 കുട്ടികൾ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. മക്കൾക്ക് സുരക്ഷിതം വേണം. ഇതിപ്പോ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, പൈസക്കാരെ കുട്ടികളൊന്നല്ല പഠിക്കുന്നത്. മഴ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മലപാച്ചിൽ മൊത്തം വന്നാൽ ഞങ്ങളുടെ കുട്ടികളും മക്കളും സ്കൂളും മൊത്തം പോകും. രക്ഷിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മണ്ണെടുക്കലിനെ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ സമരം ചെയ്യൂ, എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. മുൻപും മണ്ണെടുപ്പിനെതിരെ പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. പിന്നീട് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അഴിമതിയിലൂടെയാണെന്നാണ് ആരോപണം. ഈ സ്കൂളും പിന്നെ ഈ മണ്ണെടുക്കലും കൂടി ആകെ 100 മീറ്റർ വ്യത്യാസമുള്ളത്. ഇത് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഈ മണ്ണ് കൊടുത്തിട്ട് ഹൈസ്കൂളിൽ അവിടുന്ന് നിരങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഇത്രയും അളന്നു നോക്കിയിട്ടേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് എങ്ങനെ പേര് കള്ളത്തരത്തിൽ എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് തന്നെ അളന്നാൽ 100 മീറ്റർ ഇല്ല സ്കൂളിൻ്റെ അവർക്ക്, സ്കൂളിൽ നിൽക്കുന്നവർക്ക്. ഇത് നിർത്തി വെച്ചതാണ്. ഇത് പിന്നെ രണ്ടാമത് എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയിട്ട് പെർമിഷൻ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇത്ര മീറ്റർ അകലെ സ്കൂളോ വീടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര മീറ്റർ അകലെ ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലാതെ പെർമിഷൻ കൊടുക്കൂല. 2000-ഓളം കുട്ടികളാണ് ഇരുമ്പിളിയം സ്കൂളിൽ പഠിക്കുന്നത്. കുന്നിന്റെ താഴ്വാരത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട്. ഇവർക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് കുന്ന് ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഇതും ഇവരെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് 18 തിരൂർ. മൂന്നാറിലേക്ക് മഴയൊക്കെ മാറിയതോടെ സഞ്ചാരികളുടെ പ്രവാഹമാണ്. അവിടേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് 2ാം മൈലിലെ വ്യൂ പോയിന്റും അതിൻ്റെ പരിസര പ്രദേശവും. കോടമഞ്ഞ് പുതച്ച മലനിരകളും തേയിലച്ചെടികൾ കൊണ്ട് പച്ച വിരിച്ച മൊട്ടക്കുന്നുകളും ഒക്കെയായി 2ാം മൈൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചിത്തിരപുരവും 2ാം മൈലും. നിരവധി പേർ യാത്രാമധ്യേ വിശ്രമത്തിനായി തെരഞ്ഞെടുക്കുന്ന 2ാം മൈലിന്റെ മനോഹാരിത വേറെ തന്നെയാണ്. തെക്കിന്റെ കശ്മീർ എന്ന് വിശേഷണമുള്ള മൂന്നാറിന്റെ എല്ലാ ഭംഗിയും അതേപോലെ ലഭിച്ച പ്രദേശമാണിത്. രണ്ടാം മൈലിലെത്തുമ്പോൾ വിശ്രമത്തിനൊപ്പം സഞ്ചാരികൾ മനോഹരമായ ചിത്രങ്ങൾ പകർത്താനും സമയം കണ്ടെത്താറുണ്ട്. ഇടവിട്ടുള്ള തണുത്ത കാറ്റും ചാറ്റൽ മഴയോടൊപ്പമുള്ള കോടമഞ്ഞും 2ാം മൈലിന്റെ പ്രത്യേകതയാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ചിത്തിരപുരവും പള്ളിവാസലും ഇരുട്ടുകാനവും എല്ലാം ഉൾപ്പെട്ട പ്രകൃതിയുടെ വിദൂര ദൃശ്യവും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. മഴ കുറഞ്ഞതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.